ഒരു ദിവസം 12,000 രൂപ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു ബെസ്റ്റ് ബിസിനസ്സിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. കഴിഞ്ഞ കാലത്തും ഇപ്പോൾ ഉള്ള കാലത്തും വരാൻ പോകുന്ന കാലത്തും ചെറിയ കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉപയോഗിക്കുന്ന, ഇനിയും ഉപയോഗിക്കേണ്ടി വരുന്ന നിർബന്ധമുള്ള, എല്ലായിടങ്ങളിലും നിർബന്ധമുള്ള ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ്. അപ്പോൾ അത് എങ്ങനെ ഉണ്ടാക്കും അതിനെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ദിസ് ഈസ് ഇക്ബാൽ ഹുസൈൻ. വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ നോട്ട് ബുക്ക് എന്ന് പറയുന്നത് നമുക്കറിയാം എല്ലാ കാലത്തും വളരെ ഡിമാൻഡുള്ള, ഹൈ ഡിമാൻഡുള്ള, നമ്മളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പോഴും നമ്മൾ ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഭവമാണ് നോട്ട് ബുക്ക് എന്നുള്ളത്, അല്ലേ? മനസ്സിലായോ? അപ്പോൾ എല്ലാ കാലത്തും ചെറിയ കുട്ടികൾ മുതൽ UP സ്കൂൾ, ഹൈസ്കൂള്, കോളേജ്, ഓഫീസുകൾ, നമ്മൾ പഠിച്ച സ്ഥലങ്ങളിലും, നമ്മൾ എന്താ പറയുക, വർക്ക് ചെയ്യുന്ന സ്ഥലങ്ങളിലും, ഓഫീസുകൾ, എവിടെ നോക്കിയാലും നോട്ട് ബുക്കിൻ്റെ ഒരു പ്രസൻസ്, നോട്ട് ബുക്കില്ലാതെ നമ്മൾക്ക് പറ്റില്ല. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലായിടത്തും നമുക്ക് നോട്ട് ബുക്കിൻ്റെ ആവശ്യകതയുണ്ട്, നിർബന്ധമാണ് നോട്ട് ബുക്ക് എന്നുള്ളത്. അപ്പോൾ അത് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കി വെക്കാം എന്നുള്ളതിനെ കുറിച്ചാണ്, അതിൻ്റെ ഒരു ബിസിനസ് എങ്ങനെ ചെയ്യാം. വളരെ ഹൈ പ്രോഫിറ്റ് ആയിട്ടുള്ള, എല്ലാ കാലത്തും പ്രോഫിറ്റബിളും അല്ലെങ്കിൽ എല്ലാ കാലത്തും ഡിമാൻഡുള്ള ഒരു ബിസിനസ്, ബെസ്റ്റ് ബിസിനസ്സാണ് ഈ നോട്ട് ബുക്ക് എന്നുള്ളത്. അപ്പോൾ നമുക്കത് ചെയ്യാം, ബിസിനസ് ചെയ്യാൻ രണ്ട് ഓപ്ഷനാണ്. ഒന്ന്, നമുക്ക് അത് എന്താ പറയുക, ഹോൾസെയിൽ റേറ്റിൽ മേടിച്ചിട്ട് നമ്മൾക്ക് റീറ്റെയിലിൽ കൊടുക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്കതിനെ മേക്ക് ചെയ്ത് വിൽക്കാം എന്നുള്ളതാണ്. അപ്പോൾ നല്ല രീതിയിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പം നമ്മൾ പറയുന്ന ഈ ഒരു 12,000 രൂപ എന്ന് പറയുന്നത്, ഒരു ദിവസം 12,000 രൂപ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ ഒരു ഏണിങ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിച്ചത്. കാരണം ഒരു മിനിമം, ഇപ്പം നമ്മൾ നോട്ട് ബുക്ക് മേക്ക് ചെയ്യുന്ന ഒരു കമ്പനി ആണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊരു 10,000-12,000 ബുക്ക് നമ്മൾ പല സ്ഥലങ്ങളിലും, ഹോൾസെയിൽ ഷോപ്പ്, പല ഭാഗങ്ങളിലും നമ്മളിത് സെല് ചെയ്യും. പക്ഷെ നമ്മളിവിടെ ജസ്റ്റ് കൗണ്ട് ചെയ്തൊരു വെറും 1000 ബുക്ക് ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഈ പറയുന്ന 12,000 രൂപ എന്നുള്ളതാണ് നമ്മൾ കണക്ക് കൂട്ടിയത്. പക്ഷെ 1000 അല്ല, നമുക്കറിയാലോ നോട്ട് ബുക്ക് എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ കടകളിലും നോട്ട് ബുക്ക് നമുക്കത് വാങ്ങാതിരിക്കേണ്ട ആവശ്യം അല്ലെങ്കിൽ വേണ്ട എന്ന് പറയുന്ന ഒരു സംഭവം ഇല്ല. അപ്പോൾ അതെങ്ങനെ തുടങ്ങാം എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇപ്പോൾ ഈ പറഞ്ഞ പോലെ രണ്ട് സംഭവമുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു തുടക്കം എന്നുള്ള രീതിയിൽ വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കിപ്പോൾ ഹോൾസെയിൽ ചെയ്യുന്ന അല്ലെങ്കിൽ മാനുഫാക്ചർ ചെയ്യുന്ന ആളുകളിൽ നിന്ന് നിങ്ങൾക്ക് ഹോൾസെയിൽ പ്രൈസിൽ മേടിച്ചിട്ട് നിങ്ങൾക്ക് അത് റീറ്റെയിലായിട്ട് വിൽക്കാം. അതല്ല എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടുന്ന ഒരു ഓപ്ഷനാണ് നമ്മൾക്കത് മേക്ക് ചെയ്യുക, ഒരു മാനുഫാക്ചർ ചെയ്യുക എന്നുള്ളത്. അപ്പം മാനുഫാക്ചറിങ് എന്ന സ്ഥലത്ത് തന്നെ നമുക്ക് 2-3 ഓപ്ഷൻ ഉണ്ട്. നമുക്ക് സെമി ഓട്ടോമാറ്റിക് ഉണ്ട്, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ. ഇപ്പം നമുക്ക് നോട്ട് ബുക്ക് ഉണ്ടാക്കുന്ന ഫുള്ളി ഓട്ടോമാറ്റിക് ആയിട്ടുള്ള മെഷീൻസ് ഒക്കെ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അങ്ങനത്തെ നമുക്ക് നമ്മുടെ ഫണ്ടിങ് കപ്പാസിറ്റി അനുസരിച്ച്, ഫണ്ടിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, നമുക്ക് ഇങ്ങനത്തെ മാനുഫാക്ചർ പ്രൊഡക്റ്റിംഗ് യൂണിറ്റുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നല്ല രീതിയിൽ മുദ്രാ ലോണും അല്ലെങ്കിൽ മറ്റുള്ള ലോണുകളൊക്കെ നമുക്ക് സർക്കാരിൻ്റെ ഭാഗത്തുനിന്നുള്ള എല്ലാ തരം ലോണുകളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, അങ്ങനത്തെ ഒരു ഫണ്ടിങ് ഇഷ്യൂസ് വരാൻ സാധ്യതയില്ല. നമ്മളെ കയ്യിൽ നിന്ന് ഇറക്കാൻ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഇതുപോലെയുള്ള എന്താ പറയുക ലോണുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനെയുള്ള ബിസിനസ്സുകളൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ ഓട്ടോമാറ്റിക് മെഷീനുകളൊക്കെ ഉണ്ട്, അതേപോലെ തന്നെ സെമി ഓട്ടോമാറ്റിക് മെഷീൻ ആകുമ്പോൾ നമുക്ക് ലേബേഴ്സിന് അല്ലെങ്കിൽ നമുക്ക് ആഡ് ചെയ്യേണ്ടി വരും. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീൻ ആകുമ്പോൾ നമുക്ക് മെഷീൻ വെച്ച് കാര്യങ്ങളൊക്കെ നടക്കും. അപ്പോൾ എന്തൊക്കെയാണ് അതിന് വേണ്ടി വരുന്നുള്ളത്, അപ്പോൾ നമുക്കതിന് മെയിനായിട്ട് നമുക്ക് വേണ്ടി വരുന്ന റോ മെറ്റീരിയൽസ് എന്തൊക്കെ നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, ഫസ്റ്റ് നമ്മൾ എടുക്കേണ്ട ഡിസിഷൻ എന്ന് പറയുന്നത് ഏത് തരം നോട്ട് ബുക്കാണ് നമ്മൾ പ്രിന്റ് ചെയ്യേണ്ടതെന്നാണ്. ഇപ്പം ലോങ് ബുക്ക് ഉണ്ട്, ഷോർട്ട് ബുക്ക് ഉണ്ട്, റെക്കോർഡ് ബുക്ക് ഉണ്ട്, സിംഗിൾ ഉണ്ട്, ഡബിൾ, അപ്പോൾ പല രീതിയിലുള്ള ബുക്കുകളുണ്ട് നമുക്ക്. ഇപ്പോൾ ബുക്സിൻ്റെ അത് നമുക്കിപ്പോൾ ഒരു ബിസിനസ്സിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മളതിനെക്കുറിച്ചൊന്ന് സ്റ്റഡി ചെയ്യുമല്ലോ. അപ്പോൾ നമുക്കറിയാം അതിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ബുക്കുകളുണ്ട്. അപ്പോൾ ഇതിൽ ഏത് ബുക്ക് വേണം എന്നുള്ളത് നമ്മൾ തീരുമാനിക്കണം. നമുക്ക് 2-3 സ്റ്റാർട്ട് ചെയ്താൽ മതി. നമുക്ക് എല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്യണ്ട, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നിൽക്കണ്ട. നമുക്ക് ഒരു 2-3 ബുക്ക് വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 2-3 മോഡൽ വെച്ചിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ കഴിയും. ഓക്കെ, പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണെന്നുള്ളതാണ്. ഓക്കെ, ഇന്നർ പേപ്പർ 60 to 70 GSM. ഓക്കെ, അതുപോലെ തന്നെ കവർ പേപ്പർ 130 to 180 GSM-ൻ്റെ, അതുപോലെ പ്രിൻറ്റിങ് ഇങ്ക്, ഓക്കെ, മഷി, അതുപോലെ ബൈൻഡിങ് വയർ, അതല്ലെങ്കിൽ ത്രെഡ്, പിന്നെ അതുപോലെ ഗ്ലൂ അല്ലെങ്കിൽ എന്താ പറയുക ഗമ്മ് അല്ലെങ്കിൽ ഗ്ലൂ. ഓക്കെ, ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് ഇതിൻ്റെ റോ മെറ്റീരിയൽസ് ആയിട്ട് നമുക്ക് വേണ്ടി വരിക. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഈ പേപ്പർ, ഇതിന് വേണ്ട പേപ്പർ എന്ന് പറയുന്നത് ഏറ്റവും ബെസ്റ്റ് ഹോൾസെയിൽ മാർക്കറ്റ് എന്ന് പറയുന്നത് നമുക്ക് 3 സ്ഥലങ്ങളാണ് ഏറ്റവും ബെസ്റ്റ്. ഇതിൻ്റെ നമുക്ക് നോട്ട് ബുക്ക് പ്രിൻറ്റ് ചെയ്യാനുള്ള അല്ലെങ്കിൽ നോട്ട് ബുക്ക് അടിക്കാനുള്ള
നമുക്കിതിൻ്റെ പേപ്പർ കിട്ടുന്ന ഹോൾസെയിൽ പ്രൈസിൽ ബെസ്റ്റ് ഹോൾസെയിൽ പ്രൈസിൽ കിട്ടുന്ന 3 സ്ഥലങ്ങളുള്ള ഒന്ന് തൃശ്ശൂർ, അതേപോലെ തന്നെ കൊച്ചി, അതേപോലെ തന്നെ കോയമ്പത്തൂർ. ഈ 3 സ്ഥലങ്ങളിലാണ് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ചീപ്പ് പ്രൈസിൽ നമുക്ക് ഇതിൻ്റെ നോട്ട്ബുക്ക് അടിക്കാനുള്ള പേപ്പറുകൾ കിട്ടുക. പിന്നെ ഇപ്പോൾ ഈ മെഷീൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. മെഷീൻ്റെ കാര്യം പറഞ്ഞാൽ നമുക്ക് ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനുകൾ ഉണ്ട് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ അതാവുമ്പോൾ നമുക്ക് മറ്റുള്ള സംഭവങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾക്ക് ജസ്റ്റ് പേപ്പർ വെക്കുക, പിന്നെ അതേപോലെ തന്നെ അതിന് വേണ്ട റോ മെറ്റീരിയൽസ് എന്തൊക്കെയാണ് ഒരു നോട്ട്ബുക്ക് മേക്ക് ചെയ്യാൻ വേണ്ട സാധനങ്ങൾ വരുന്നത്, ആ സാധനങ്ങളൊക്കെ നമ്മൾ ഈ മെഷീനിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് കട്ട് ചെയ്ത് അത് പ്രിൻ്റ് ചെയ്ത് അതിനെ മറ്റുള്ള അതിൻ്റെ പ്രോസസ്സിങ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് നമുക്കൊരു ബുക്കായിട്ട് സാധനങ്ങൾ കിട്ടും. ഓക്കെ, അത് സെമി ഓട്ടോമാറ്റിക് ആകുമ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മാനേജ് ചെയ്യേണ്ടി വരും. ചിലപ്പോൾ കട്ടിങ് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ കട്ടിങ് മെഷീൻ വെക്കേണ്ടി വരും, അതേപോലെ തന്നെ പ്രിൻറ്റിങ് മെഷീൻ വെക്കേണ്ടി വരും. അതുപോലെ തന്നെ അതിൻ്റെ ഈ എന്താ പറയുക ത്രെഡ് ചെയ്യണ മെഷീൻ വെക്കേണ്ടി. ഇങ്ങനെ 2-3 സംഭവങ്ങൾ നമ്മൾ മാനുവലി സെമി ഓട്ടോമാറ്റിക് ആണെങ്കിൽ നമ്മൾ അതിനെ ചെറിയ ചെറിയ മെഷീൻസ് വെച്ച് നമ്മൾ ബാക്കിയുള്ള മാനുവൽ ചെയ്യേണ്ടി വരും നമ്മൾ ലേബേഴ്സിനെ വെച്ചിട്ട്. പക്ഷേ ഒരു ഓട്ടോമാറ്റിക് മെഷീൻ ആയിരിക്കും ബെസ്റ്റ് എന്ന് തോന്നുന്നു. കാരണം നമുക്ക് ലേബേഴ്സിനെ കുറയ്ക്കുകയും ചെയ്യും, അതേപോലെ തന്നെ നമുക്ക് എല്ലാ വർക്കും മെഷീൻ തന്നെ ചെയ്യുകയും ചെയ്യും. നമുക്ക് ഒരേ സമയം ഈ ഓട്ടോമാറ്റിക്കും സെമി ഓട്ടോമാറ്റിക് മാനുവലൊക്കെയുള്ള വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ലേബേഴ്സിനെ കുറച്ച് നമുക്കിപ്പോൾ 2 പണിക്കാർക്ക് ജോലി കൊടുക്കുക എന്ന് പറയുന്നത് നല്ലൊരു കാര്യമാണ്. പക്ഷേ നമുക്ക് കുറഞ്ഞ സമയം കൊണ്ട് ഒരുപാട് പ്രൊഡക്റ്റ് കിട്ടുക എന്നുള്ളതാണ്. മനസ്സിലായി? ഇപ്പോൾ സെമി ഓട്ടോമാറ്റിക്കലോ അല്ലെങ്കിൽ മാനുവലിലോ നമ്മൾ ഒരു മണിക്കൂറിനൊരു 100 ബുക്ക് അടിക്കുന്നതായിരിക്കും. ഒരു ഉദാഹരണം പറഞ്ഞു, ഒരു മണിക്കൂറിൽ നമ്മൾ 100 ബുക്ക് അടിക്കുന്നതായിരിക്കും. പക്ഷേ ഇതൊരു ഓട്ടോമാറ്റിക് മെഷീനാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മണിക്കൂറിൽ ചിലപ്പോൾ ഒരു 300 200 അല്ലെങ്കിൽ 400 ബുക്ക് അടിക്കാൻ പറ്റുമെന്ന്. മനസ്സിലായി? അപ്പോൾ അതൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ എപ്പോഴും നമുക്ക് ഒരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ്, കൂടുതൽ പ്രൊഡക്ഷൻ നടക്കുക എന്നുള്ളതാണ് നമ്മളെ എയിം എന്നുള്ളത്. കാരണം കുറഞ്ഞ സമയത്തിൽ കൂടുതൽ പ്രൊഡക്ഷൻ നടന്നു കഴിഞ്ഞാലാണ് നമ്മളെ ഉദ്ദേശിക്കുന്ന ഒരു പ്രോഫിറ്റിലേക്കും ലാഭത്തിലേക്കും നമ്മൾക്ക് എത്തിപ്പെടാൻ കഴിയും. ലോണൊക്കെ അവൈലബിലിറ്റി ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊരു ഫുൾ ഓട്ടോമാറ്റിക് മെഷീൻ നോക്കുന്നത് കൊണ്ടൊന്നും കുഴപ്പമില്ല. അതല്ല, നിങ്ങൾ ലോൺ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല, കയ്യിലുള്ള ക്യാഷ് വെച്ചുകൊണ്ട് നിങ്ങൾ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് സെമി ഓട്ടോമാറ്റിക്കോ അല്ലെങ്കിൽ മാനുവലോ നിങ്ങൾക്ക് എന്തെങ്കിലും സെമി ഓട്ടോമാറ്റിക് തന്നെ ചെറിയ ചെറിയ മെഷീൻസ് ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ഇത് സ്റ്റാർട്ട് ചെയ്തെടുക്കാൻ കഴിയുന്നതാണ്. പിന്നെ നമുക്ക് ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത് നമുക്ക് തുടക്കം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് വീട്ടിൽ നമുക്ക് അത്ര സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് വീട്ടിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. അതല്ല നമ്മൾക്ക് എന്താ പറയുക ഇപ്പോൾ വീട്ടിൽ സൗകര്യമില്ല, നമുക്ക് പുറത്ത് സ്ഥലം എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു 300 to 500 സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു ഏരിയ നമുക്ക് അതിന് വേണ്ടിയിട്ട് സെറ്റ് ചെയ്യേണ്ടി വരും. നമുക്കൊരു മിനിമം 300 സ്ക്വയർ ഫീറ്റ് അല്ലെങ്കിൽ ഒരു 500 to 500 സ്ക്വയർ ഫീറ്റ് ലെവലിലേക്ക് നമ്മൾ കൊടുത്തിട്ട് അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത രീതിയിൽ നമുക്ക് അതിന് സെറ്റ് ചെയ്തെടുക്കാൻ കഴിയും. പിന്നെ ഇതിന് വേണ്ട ലൈസൻസും കാര്യങ്ങളൊക്കെയാണ്. നമുക്കറിയാം പഞ്ചായത്ത് ലൈസൻസ് വേണം. പഞ്ചായത്തിലാണെങ്കിൽ പഞ്ചായത്ത് ലൈസൻസ്, മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പരിധിയിലുള്ള നമുക്ക് ട്രേഡ് ലൈസൻസ് കാര്യങ്ങൾ വേണ്ടി വരും. പിന്നെ അതേപോലെ നമ്മൾ ഹോൾസെയിലായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് GST എടുക്കേണ്ടി വരും. എന്ന് വെച്ചാൽ GST കണക്കറിയാലോ, നമുക്ക് 20 ലക്ഷത്തിൻ്റെ മേലെ ടേൺ ഓവറുള്ള ഒരു ബിസിനസ്സിന് നമുക്ക് GST എടുക്കേണ്ടി വരും. അപ്പോൾ ഹോൾസെയിൽ ആകുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിന് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് GST എടുക്കേണ്ടി വരും. പിന്നെ അതേപോലെ തന്നെ ഉദ്യമ രജിസ്ട്രേഷൻ എടുക്കുക. അപ്പോൾ ഈ ഒരു 3 സാധനങ്ങൾ നിർബന്ധമായിട്ട് നിങ്ങൾ എടുത്തു വെക്കുക. പിന്നെ ഇത് എവിടെ കൊണ്ടുപോയി വിൽക്കും എന്നുള്ളതാണ് അല്ലേ. ഇപ്പോൾ നമ്മളിത് മാനുഫാക്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കറിയാം ഇപ്പോഴത്തെ ഒരു സമയത്ത് ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിൽ നമുക്കിതിനെ സെല്ല് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ് സത്യത്തിൽ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ മാനുഫാക്ചർ ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മൾക്ക് ഇതിൻ്റെ വീഡിയോസും റീൽസും ഷോർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് പോസ്റ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതിനെക്കുറിച്ചുള്ള അപ്ഡേഷൻസ് നമ്മൾ സോഷ്യൽ മീഡിയ വഴി ഇടുമ്പോൾ തന്നെ ഓട്ടോമാറ്റിക്കലി നമ്മൾക്കുള്ള ഓർഡറുകളും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ അതിനൊന്നും വേണ്ട, അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മൾ തൊട്ടടുത്തുള്ള കുറേ എന്താ പറയുക ഒരു ലിമിറ്റഡ് ഏരിയ വെച്ചിട്ട് തന്നെ നമ്മൾ ജസ്റ്റ് ഒന്ന് ലൈനിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ നമുക്ക് റീറ്റെയിൽ ഷോപ്പുകളുണ്ട്, സ്റ്റേഷനറി ഷോപ്പുകളുണ്ട്, സ്റ്റേഷനറി ഹോൾസെയിൽ ഷോപ്പുകളുണ്ട്, കോളേജുകൾ, അല്ലെങ്കിൽ ഇഷ്ടം പോലെ നമുക്ക് നോട്ട്ബുക്ക് നമുക്കറിയാലോ. നമുക്ക് നോർമലി ചിന്തിച്ചാൽ മനസ്സിലാവും നോട്ട്ബുക്ക് എവിടേക്കാണ് എടുക്കുക, എവിടേക്കാണ് ഇപ്പോൾ നമ്മൾ നോട്ട്ബുക്ക് വേണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഏതൊക്കെ കടയിൽ പോയാലും നമുക്ക് നോട്ട്ബുക്ക് കിട്ടുക എന്നുള്ളത് നമുക്ക് ജസ്റ്റ് ഒന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പോൾ അങ്ങനത്തെ കടകളിലൊക്കെ നമുക്കിത് കൊണ്ടുപോയിട്ട് സെല് ചെയ്യാൻ കഴിയും. അപ്പോൾ വിൽക്കുന്നതിനെ കുറിച്ചിട്ട് നമുക്ക് വെറുതെ വിഷയമില്ല, അല്ലെങ്കിൽ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്നർത്ഥം. പിന്നെ പ്രധാനമായിട്ടുള്ള സംഭവമാണ് നമ്മുടെ പ്രോഫിറ്റ് എന്നുള്ളത് അല്ലേ. നമ്മൾ ഏതൊരു ബിസിനസ് ചെയ്യുമ്പോഴും നമുക്ക് അതിൻ്റെ പ്രോഫിറ്റ് അറിയുന്നുള്ളത്. നമുക്കറിയാം നമുക്കൊരു നോട്ട്ബുക്ക് നമ്മൾക്ക് മേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് നോട്ട്സ് ബുക്കാണ് നമ്മൾക്ക് മേക്കിംഗ് സമയത്ത് നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതൊക്കെ ആകുമ്പോൾ നമുക്ക് ഏകദേശം നമുക്ക് ഒരു 12 രൂപ മുതൽ 18 രൂപ വരെയാണ് ഒരു മേക്കിംഗ് ചാർജ് അല്ലെങ്കിൽ ഒരു പ്രോസസ്സിങ് ചാർജ് എന്ന് വരുന്നത്. നമ്മളൊരു മാനുഫാക്ചറിങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഇത് നമ്മൾ കൊടുക്കുമ്പോൾ നമ്മൾക്ക് വരുന്ന പ്രൈസിങ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 28 മുതൽ 35 വരെയൊക്കെയാണ് നമുക്ക് പ്രൈസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇപ്പോൾ പക്ഷേ പല രീതിയിലാട്ടോ, അത് ഓരോ സീസണും ഓരോ കാര്യങ്ങളൊക്കെ അനുസരിച്ചിട്ടുണ്ട്.
അപ്പോൾ എങ്ങനെ പോയി കഴിഞ്ഞാൽ നമുക്കൊരു 8 രൂപ മുതൽ 12 രൂപ വരെ നമുക്ക് ഒരു ബുക്കും ഒരു പ്രോഫിറ്റാണ്. 8 രൂപ മുതൽ 12 രൂപ എന്ന് പറയുമ്പോൾ വ്യത്യസ്തമായിട്ടുള്ള ബുക്കുകളുണ്ട്. അപ്പോൾ വ്യത്യസ്തമായിട്ടുള്ള പ്രോഫിറ്റും പ്രൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു 12 രൂപ 8 രൂപ മുതൽ 12 രൂപ എന്ന് പറയുമ്പോൾ 12 രൂപ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു 1000 ബുക്ക് നമ്മൾ ഒരു ദിവസം വിറ്റ് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ 1000 ബുക്ക് നമ്മൾ ഒരു ദിവസം കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 12,000 രൂപയായി. പക്ഷെ 1000 ബുക്കല്ല നമ്മളൊരു ദിവസം കൊടുക്കുക. നമുക്കറിയാം ഒരു 1000 ബുക്ക് എന്നൊക്കെ പറയുന്നത് നമുക്ക് 2-3 ഹോൾസെയിൽ ഷോപ്പ് പിടിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്നതാണ്. നമുക്ക് അതിനപ്പുറത്തേക്കും ഒരു മാനുഫാക്ചറിങ് കമ്പനി ആകുമ്പോൾ, അല്ലെങ്കിൽ ഒരു മാനുഫാക്ചറിങ് യൂണിറ്റുകളൊക്കെ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ നമുക്കതിനെ സെല് ചെയ്യാൻ കഴിയും. കാരണം മാനുഫാക്ചേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ആളുകൾ കൂടുതൽ വാങ്ങാൻ ശ്രമിക്കുക. അവർക്ക് ഇഷ്ടം അത് തന്നെയാണ്. കാരണം ഒരു ഹോൾസെയിൽ കടയിൽ പോയി വാങ്ങുന്നതും ആ ഒരു സാധനം ഡയറക്റ്റ് മാനുഫാക്ചേഴ്സിൻ്റെ അടുത്ത് നിന്ന് വാങ്ങുന്നതും വ്യത്യാസമുണ്ട്, റേറ്റിൽ വ്യത്യാസമുണ്ട്. നോർമലി നിങ്ങളൊരു കടയിൽ പോയിട്ട്, അല്ലെങ്കിൽ നിങ്ങളൊരു റീറ്റെയിൽ ഷോപ്പിലോ അല്ലെങ്കിൽ ഒരു മറ്റുള്ള ഹോൾസെയിൽ ഷോപ്പിൽ തന്നെ നമുക്ക് അടിപൊളി കൊടുക്കാം. അതിന് പുറമെ നിങ്ങൾക്ക് റീറ്റെയിൽ ഷോപ്പിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ പറയും ഞങ്ങൾ മാനുഫാക്ചേഴ്സ് ആണ്, ഡയറക്റ്റ് മാനുഫാക്ചേഴ്സ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ ഹോൾസെയിൽ ഷോപ്പിൽ മേടിക്കുന്നതിനേക്കാളും എന്തുകൊണ്ടും അവർക്ക് ലാഭം നിങ്ങൾ കയ്യിൽ നിന്ന് എടുക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതിനെ വിറ്റഴിക്കുക അല്ലെങ്കിൽ ഇതിനെ സെല്ല് ചെയ്ത് വിടുക എന്നുള്ള സംഭവം വളരെ സിമ്പിളാണ്, വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്ന സംഭവമാണ്. അപ്പോൾ നമ്മൾ ഈ പറയുന്ന ഒരു 12,000 രൂപ എന്ന് പറയുന്ന കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ മിനിമം ആണ്. അതിൻ്റെ വേറൊരു രീതിയിലേക്ക് അതിനെ നമ്മൾ പ്രാക്ടിക്കലി എടുത്തു കഴിഞ്ഞാൽ 12,000 എന്നുള്ളത് നമുക്ക് ഒരു ദിവസം 25,000 30,000 ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ആ ബിസിനസ്സിനെ നമുക്ക് വളർത്തിയെടുക്കാൻ കഴിയും. അപ്പോൾ നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാൻ കഴിയുന്ന ഒരു സൂപ്പർ ബിസിനസ്സാണ്. ഇപ്പോൾ ഈ വരുന്ന ഇപ്പോൾ സ്കൂൾ ഒരു സീസണാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. കാരണം വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്കൂളൊക്കെ അടച്ച് വീണ്ടും സ്കൂൾ തുറക്കുന്ന ഒരു സമയമൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് ഇതിൻ്റെ മാനുഫാക്ചറിങ് കാര്യങ്ങളൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ നല്ല രീതിയിൽ നമുക്ക് ഇതിന് സെല് ചെയ്യാൻ കഴിയും. അത് ഇപ്പോൾ ഈ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ ബെസ്റ്റ് സമയമാണ്, നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ പുതിയതായിട്ട് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു മാനുഫാക്ചറിങ് യൂണിറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു പരിപാടി നിങ്ങൾക്ക് നടക്കും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ജസ്റ്റ് ഒന്ന് അതിനെക്കുറിച്ച് സ്റ്റഡി ചെയ്ത് നോക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ.